അസ്സലാമലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ. നമുക്ക് നീ കായ് വെച്ച് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. വിവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കലുണ്ടാവും, പിന്നെ നമ്മളെ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ ചെറുപയറിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇത് എന്ത് കായാന്ന് പറയാൻ പേരിക്ക് ഓർമ്മയില്ല. ഇവിടെയുള്ള എന്തോ ഒരു കായാണ്. നേന്ത്രക്കായും റോബസ്റ്റ് കായും അല്ല കേട്ടോ. ഇതിൽ നേന്ത്രക്കായ ഇട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല നാടൻ നേന്ത്രക്കായ ഇട്ട് ഞാൻ ചെറുപയറിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ആ ടേസ്റ്റ് എന്തായാലും ഇതിന് കിട്ടൂല. ചെറുപയർ വേവിച്ചപ്പോൾ ഞാൻ അതിൽ പച്ചമുളക് ഇട്ടെടുത്തു കേട്ടോ. പച്ചമുളക് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ കായ് ഇട്ടെടുത്തതിന് ശേഷമാണ് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ടിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടി കറിവേപ്പിലയും ഉപ്പും ഇട്ടുങ്ങാൻ നല്ലോണം കുക്കറിലൊന്നൊരു വേവിച്ചെടുക്കുകയാണ്. എന്നപ്പോൾ ഇതിലേക്ക് വേണ്ടി അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ 4 തേങ്ങ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി വലിയ ജീരകവും ചെറിയുള്ളിയും കൂടി അരച്ചെങ്ങാനാണ് ഇതിൽ ചേർത്ത് എടുത്തത്. നല്ല ലൂസാക്കി കേട്ടോ എടുത്തത്. ദിവസം കഴിയുമ്പോൾ ടൈറ്റാവും, തണുക്കുമ്പോൾ ഒന്നും ടൈറ്റാവും. കായും ചെറുപയറും കൂടിയല്ലേ, വെന്ത് തുടങ്ങിയ സാധനമാണല്ലോ. ഇനി നമ്മൾ കടുകും കറിവേപ്പിലായിട്ട് വറവ് ചെയ്തിട്ടാണെങ്കിൽ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ഉണ്ടാക്കി വെക്കേണ്ടി. പിന്നെ ഈ കറി നമുക്ക് പുട്ടിനും കൂട്ടട്ടോ. പുട്ടിനും കൂട്ടാൻ ഞങ്ങൾ ഈ കറി ഉണ്ടാക്കലുണ്ട്. പിന്നെ ചോറിന് കൂട്ടാം. ചോറിന് നമുക്ക് ഒരു ഉണക്കൽ മീൻ പൊരിച്ചോടി ഉണ്ടാക്കിയാണെങ്കിൽ വിശേഷമായിട്ടോ. ഇനി മക്കളെ, നമുക്ക് മീൻ മുളക് ഇടാനുള്ള തക്കാളിയൊക്കെ അടുപ്പത്തിച്ച് വാട്ടിക്ക് നിട്ടു. അതിലേക്ക് വേണ്ടി മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഫസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കും, മുളകും പൊടി ഇട്ടെടുക്കുന്നത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ദിവസം മല്ലിപ്പൊടി ഇട്ടെടുക്കണം കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ ഇട്ടില്ല. പിന്നെ നമ്മൾ ഫിഷ് മസാല ഉണ്ടെങ്കിൽ മസാല ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ മക്കളെ, ഈ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഫുള്ളായിട്ടും ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ. ഞാൻ പറയുന്നുണ്ടല്ലോ, എപ്പോഴും ഞാൻ പറയല്ലേ, നമ്മൾ വീഡിയോ എടുത്തെങ്ങാനും പാചകം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വേണ്ടിയിട്ട് നമുക്ക് 2 മണിക്കൂറാവും. തിരക്കിടുന്ന ദിവസങ്ങൾ അങ്ങനെയൊക്കെ അടുപ്പോട്ടെ. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. ഇത് മത്തിയാണ് കേട്ടോ, കറി വെച്ച് നല്ല കുഞ്ഞമത്തിയാണ്. അധികം കുഞ്ഞനല്ല, എടുത്തതിന് സൈസാണ്. നമ്മൾ കടപ്പുറത്ത് നിന്ന് വാങ്ങി കൊണ്ടുവന്ന കേട്ടോ. ഇത് പൈസ കൊടുത്ത് വാങ്ങിയല്ലോ, ഇത് വെറുതെ കിട്ടിയതാണ്. നമ്മൾ പോയപ്പോൾ എടുത്തുകൊണ്ടുവന്നതാണ്. പിന്നെ ഇതാ പച്ചപ്പയർ ഉപ്പേരി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് മോന് ഐസും കൊണ്ട് വന്ന് കേട്ടോ. നല്ല ചൂട് തുടങ്ങിയിരിക്കുന്നു. ചൂടത്ത് ഐസും ഐസ്ക്രീമൊക്കെ സമയത്ത് ഉച്ച സമയത്ത് വെച്ചിട്ടാണ് അങ്ങനത്തെ എന്തോ കിട്ടിയ നല്ലൊരു സുഖമല്ലേ. നമ്മളെങ്ങനെ തണുത്ത വെള്ളം കുടിച്ചാലും ഇത്ര ഒരു സുഖം കിട്ടൂല. പിന്നെ ഇത് നോക്കി മക്കളെ, ഈ വിമാനം താഴ്ന്ന് പറക്കുന്നത്. നിങ്ങളാരോ കണ്ടു ഇങ്ങനെ താഴ്ചയിൽ വിമാനം പറക്കുന്നത്? വിമാനത്തിൽ കയറിയവരും കണ്ടവരൊക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ താഴ്ന്ന് പറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളപ്പോൾ എൻ്റെ നേരെ മുകളിൽ കൂടിയാണ് ഇതിങ്ങനെ പറക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഉണ്ടായിട്ട് ഒരു 5-10 പ്രാവശ്യമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു എയർപോർട്ട് ഉണ്ട്. അവിടെ നിന്ന് അതൊന്ന് പൊങ്ങി അവിടേക്കാണ് പോയി ഇറങ്ങുകയും ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ കളിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാനിത് കാണുന്നത്. ഒരു ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ല, 5-10 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുന്നുണ്ട്. എൻ്റെ വയ്യൊക്കെ വീഡിയോ എടുക്കാൻ ഞങ്ങളൊന്ന് എടുക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ എടുത്തിന് കേട്ടോ വീഡിയോ. അതുപോലെ തന്നെ ഞാൻ ഒരു കറിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക കേട്ടോ. മത്തൻ്റെ കറിയാണ്. മത്തനും കുമ്പളത്തിൻ്റെ ഇലയും ചെറുപയറും കൂടിയിട്ട് കറി വെക്കുന്നതാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഞാൻ ഗ്ലാസ് ചെറുപയർ എടുത്തിരിക്കുന്നത്, കേക്ക് ഞാൻ വൃത്തിയാക്കി കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മത്തൻ ഞാൻ ചെത്തിങ്ങാൻ കട്ട് ചെയ്ത് കേക്ക് വൃത്തിയാക്കി ഞാൻ അതും ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിങ്ങാൻ ഉപ്പിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നമുക്ക് കുമ്പളത്തിൻ്റെ ഇല ഞാൻ പറിച്ചുണ്ടോ നിൽക്കുന്നത്. അത് 16 ഇല ഉണ്ട് കേട്ടോ. നല്ലോണം കേക്ക് വൃത്തിയാക്കി ഞാൻ കുട്ടയിലിട്ടിച്ചതാണ്. വെള്ളം വാർന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കുമ്പളത്തിൻ്റെ ഇലയും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ 3 സാധനം കൂടി ഇട്ടിട്ട് പിന്നെ പച്ചമുളകും തേങ്ങയും അരച്ചാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. നമുക്ക് തേങ്ങ ചിരകുകയും വേണം. പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂട്ടി അരക്കുകയും വേണം കേട്ടോ. വലിയ ജീരകം ഇതിൽ അരപ്പിന് വേണ്ടി സാധനമൊക്കെ എടുത്തിട്ട് വലിയ ജീരകമാണ്, ചെറിയുള്ളിയാണ്, മഞ്ഞപ്പൊടിയും പിന്നെ പച്ചമുളക് കേട്ടോ. ഈ തേങ്ങ അരച്ചപ്പോൾ അതിലേക്ക് ഞാൻ 3 ചുള വെളുത്തുള്ളിയും കൂട്ടിക്കിട്ടോ. വെളുത്തുള്ളിയും കൂട്ടിയാണ് ഈ തേങ്ങ അരച്ചത്. അതുകൊണ്ട് മഞ്ഞപ്പൊടി ഞാൻ കറിയിൽ ഇട്ടിയില്ലേനും തേങ്ങയെ കൂട്ടിയാണ് അരച്ചത്. ഈ പയറും മത്തനൊക്കെ വെന്ത് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഇതിൽ. ഇത് നല്ലോണം ഒടിച്ച് കൊടുത്തിട്ട് ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല ഒടിക്കാണ്ട് ഇങ്ങനെ ഇട്ടിക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കി കൂട്ടുമ്പോൾ ഒടിഞ്ഞിട്ടുകയും ചെയ്യും കേട്ടോ. ഈ മത്തൻ്റെ ഇലക്കാണെങ്കിൽ അധികം വേവ് ഉണ്ടാവില്ലല്ലോ. ഇനി ഞാനിത് വറവ് ചെയ്യുമ്പോൾ വട്ടച്ചെമ്പൊക്കെ മാറ്റിയിട്ട് ആടെ നട്ടോ സെറ്റാക്കി എടുക്കുക. അങ്ങനെ മക്കളെ, കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടുങ്ങാൻ നമ്മൾ വറവ് ചെയ്തെടുത്തിരിക്കുന്നത് വട്ടച്ചെമ്പിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അല്ലാണ്ട് കുക്കറിൽ നമുക്ക് സ്പേസ് ഇല്ലായിരുന്നു. ഈ ഇലയും കൂടി ഇട്ട് തേങ്ങയും ഇട്ടപ്പോഴൊക്കെ എല്ലാം കൂടി കുക്കർ ഫുള്ളായിരിക്കുന്നു. നല്ലോണം വേഗം വെന്തിട്ടില്ല. മത്തനും നല്ല മുയിപ്പുള്ള സാധനമാണ്. ചെറുപയറും വെന്തിട്ടാണ് നല്ല കട്ടി ഉണ്ടാവും. എന്നെക്കൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തുങ്ങാൻ നമുക്ക് ഒടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇല കൂടുതൽ രണ്ടുപേർക്ക് കൂടുതലിടുക. ചെറുപയർ ഒഴിവാക്കി ഇങ്ങനെ മത്തനും ഇലയും മാത്രം വെക്കുക. അതൊക്കെ ടേസ്റ്റ് തന്നെ കേട്ടോ. പച്ചമുളകും തേങ്ങ അരച്ചാൽ മതി, അതാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുക. ഈ ഇലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളൊരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടാട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഒക്കെ ഇട്ട് ഡബ്ബ ഉണ്ടല്ലോ, ഇത് ഐസ്ക്രീമിൻ്റെ ആണ്. ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല.
കടയിൽ നിന്ന് കുറേ ടിന്നുകളും ആൾക്കുകളൊക്കെ നമ്മൾ കൊണ്ടുത്തന്നൊക്കെ അതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ അങ്ങനത്തെ ഒക്കെ കൊണ്ടുത്തരും. പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങയില്ല കേട്ടോ. ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഇട്ടൊക്കെ ചെയ്യുക. ഇത് അതുപോലെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാട്ടോ, ചായപ്പൊടിൻ്റെ ആൾക്കാണ്. ഇതിലാണ് ഞാൻ ഉലുവ, കടുക്, ജീരകം പൊടിച്ചത്, ഏലക്കായ്, പട്ട, പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടേക്കൽ. ഇതൊക്കെ നമുക്ക് എപ്പോഴും എടുക്കേണ്ട സാധനമാണല്ലോ. ഇതൊക്കെ അടുപ്പിൻ്റെ അരിയിൽ തന്നെ റെഡിയായി നിൽക്കുക ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കും. നമ്മളെ ഈ മസാലകൾ ഇട്ട് വെച്ച ടിന്നുകളും നമ്മളൊരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ട് കാണിച്ചു കൊടുത്തതാട്ടോ. പിന്നെ അതുകൊണ്ട് നമ്മൾ കിട്ടിയ മീൻ കണ്ടങ്ങൾ അടിപൊളിയായില്ല. ഇതൊക്കെ ഇപ്പം പിടിച്ച മീനാണ് കേട്ടോ, ഫ്രഷാണ്. വേറെ ഐസോ വേറെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാത്ത, മായങ്ങളൊന്നും ചേർക്കാത്ത ഫ്രഷ് മീനാണ്. ഇത് കണ്ടപ്പം പിന്നെ 4 എടുത്ത് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കറിയൊക്കെ പൊരിക്കുകയൊക്കെ ചെയ്യട്ടെ വിചാരിച്ച് മുറിക്കുകയാണ് കേട്ടോ. അത് കൊണ്ടുവരെയും തന്നെ ആയിട്ട് ആ 4 എടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടില്ലേ. ഇതിക്കൊക്കെ നല്ലതല്ലേ, നമ്മൾ കൊണ്ടുവരി നമ്മൾ എന്തെങ്കിലും ആക്കി ഇങ്ങനെ തിന്നിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അത് വിചാരിച്ച് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ പണിക്ക് നിൽക്കുന്നത്. ചോറും കറിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഇത് നമ്മൾ കൂട്ടാലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടും മക്കളിങ്ങനെ സീസൺ ആയാൽ. പിടിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ മീനുണ്ടാവും. പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്യും, കൊടുക്കാണ്ട് കിട്ടുകയും ചെയ്യും. വല്ല അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട് പരിചയക്കാരൊക്കെ. എന്നാൽ പോലും വിളിക്കുക ചെയ്യുക, എന്നപ്പോൾ പോവുക കേട്ടോ. നാളെ ഞങ്ങൾ പോയില്ല ഇനിയോ. അന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള ടൈമില്ലായിട്ടാണ് ഒരു വല വലിച്ച് കൊണ്ടുവരുന്നേ ഉള്ളേനു. ആ മീൻ പിടിച്ച് കൊണ്ടുവരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ വല 2 സൈഡിൽ നിന്ന് വല ഇങ്ങോട്ട് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മീനും ഉണ്ടാകില്ല നടുവിൽ. അതിങ്ങോട്ട് കരമൽ കിട്ടുന്ന കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായി. നടന്നില്ല, എപ്പോഴെങ്കിലും നടക്കുകയൊക്കെ ഇൻഷാ അല്ലാ. ഒന്നുകിൽ പാതിൽ കഴിക്കൂ, അതല്ലെങ്കിൽ നമ്മൾ തിരക്കുള്ള സമയത്തേക്ക് ഉച്ചൻ്റെ ഒക്കെ ടൈമിൽ. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്, അല്ലെങ്കിലൊക്കെ പോയി കണ്ടാളേനു. ഇങ്ങനെ മീനൊക്കെ കിട്ടുമ്പോൾ നാട്ടിലുള്ളതിലൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. നാട്ടിൽ ഭയങ്കര വിലയാണ് മീൻ എന്നൊക്കെ പറയുന്നേക്കാം. അതുപോലെ ഫ്രഷ് സാധനമാണല്ലോ നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. നമുക്കിനി ഫ്രഷ് മീൻ വാങ്ങണം തോന്നിയിരിക്കുകയാണെങ്കിൽ പുതിയ പെങ്ങാൻ പോയി വാങ്ങിക്കൊണ്ടുവരണം. കാക്ക നാട്ടിൽ വരുമ്പോൾ ഓരോ പോക്കൊക്കെ പോകട്ടോ അങ്ങനെ മീൻ വാങ്ങാൻ. അങ്ങനെ വാങ്ങിക്കൊണ്ടുവരലൊക്കെ ഉണ്ട്. ഇവിടുന്ന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് 2 അടിയോട് നടന്നു വെച്ചാൽ നമുക്ക് മീൻ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഇവിടുന്ന് അത്ര ആർക്കും തിന്നാനും വേണ്ട. നാട്ടിലെത്തുമ്പോൾ മീൻ ഡിമാൻഡും ഉണ്ടാവും, വിലയും കൂടുതലായിരിക്കും, നല്ല സാധനമായിട്ട് കിട്ടുകയില്ല. ഇന്നലെ മക്കളെ വീഡിയോ ഇട്ടില്ല. വീഡിയോ ഇടാനുള്ള സമയം കിട്ടാനായിട്ട് ഇടാണ്ടെന്ന് വീഡിയോ എടുത്ത് വെച്ച് നോക്കണ്ടേ. പക്ഷേ എഡിറ്റ് ചെയ്യാനും സമയമില്ലാത്തത് കൊണ്ട് ഇന്നലെ വീഡിയോ ഇട്ടിയില്ല. ഇന്നും തന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇവിടെ കുറേ സമയം അയക്കുന്നു. അപ്പോൾ അതിലാകുകയാണ്. എന്തായാലും ഇന്ന് വീഡിയോ ഇടാണ്ട് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് മെനക്കെട്ട് കുത്തിരിക്കുക കേട്ടോ. കുറച്ച് മീൻ ഇപ്പോൾ എടുക്കാനാണ്. ബാക്കിയുള്ള മീനൊക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കണം കേട്ടോ. അല്ലാണ്ട് കേടൊന്നുമില്ല. കട്ട് ചെയ്ത് വെക്കാനും സമയം ഉണ്ടല്ലോ. കുറേ മീനുണ്ട്, ഒരുപാടുണ്ട്, കുറച്ചൊന്നല്ല ഉള്ളത്. സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ഉണക്കൽ മീനാക്കുകയും ചെയ്യുക. ഇതിൽ വലിയ മീൻ കുറച്ചേ ഉള്ളൂ കേട്ടോ, തോന്നുന്നില്ല. ബാക്കിയൊക്കെ ചെറിയ മത്തിൻ്റെ മക്കളാണ് ഉള്ളത്. ഇത് കറി വെച്ചാലൊക്കെ നല്ലതാണല്ലേ, മത്തിൻ്റെ മക്കൾ കറി വെക്കുക. അല്ലെങ്കിൽ പിന്നെ കുരുമുളകൊക്കെ ഇട്ടിങ്ങാൻ വറ്റിച്ചെടുക്കുകയില്ലേ, കായിട്ടിങ്ങാനും മത്തി കറിയൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നല്ല നാടൻ പച്ചക്കായ കിട്ടണം കേട്ടോ, അതിട്ട് വെച്ചാലേ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി റിഫുമോനും ചെറുവാക്കും പണിയായിട്ടോ. ഞണ്ടുണ്ട്, മീനുണ്ട്, ഇവരൊക്കെ പിടിച്ചാട്ടും ഇങ്ങോട്ടും നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന പരിപാടി ആയിരിക്കുമല്ലേ. ഇതൊക്കെ ഒന്ന് കേകി വൃത്തിയാക്കിയിട്ട് വേണം ഫ്രീസറിൽ വെക്കുക. കട്ട് ചെയ്യുന്നില്ല. ഏതായാലും ഞണ്ടിനെ പിടിച്ചത് ചെറുവാവ് പൊന്തിക്കുന്ന അതിൽ നല്ല വലിപ്പമുള്ള അതിലാട്ടോ. ഇനി ഓല് പാകാക്കി വെക്കുകയാണ്. വലിയവും ചെറിയൊക്കെ തരംതിരിച്ച് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ഓർമ്മ കിട്ടിയ തളയനിതാട്ടോ. തളയൻ നല്ല ഫ്രഷ് തളയൻ. ഞങ്ങൾ നോക്കി നല്ല തിളക്കമുള്ള മീനല്ലേ. ഈ മീൻ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചാട്ടോ. നമുക്ക് നാളെ കറിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രീസറിൽ വെക്കാമല്ലോ. വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണെങ്കിൽ മീൻ ഫ്രഷായി നിൽക്കും എന്നൊക്കെ പറയുന്നേക്കാം. ഏതായാലും കട്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ നാളെ പിന്നെ കറി വെക്കാൻ നേരത്തെ നമ്മൾ ബുദ്ധിമുട്ടാണ്ട, കാത്തിക്കുകയും വേണ്ട, വേഗം കറി വെക്കാമല്ലോ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടെങ്കിൽ. ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മക്കളെ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. നമ്മളിനി പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ നാളെ വരുന്നുണ്ട്. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥന ഉൾപ്പെടുത്തിട്ടോ. അസ്സലാമു അലൈക്കും.